ഓക്കെ, എന്റെ പേര് അബ്ദുസലാം എന്നാണ്, അബുദാബി എന്നാണ്. പിന്നെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഖുർആൻ നമ്മൾ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പല ഗവേഷണങ്ങളും നടത്തേണ്ടി വരും. ഒരുപാട് ഗവേഷണങ്ങൾ പല രീതിയിൽ നടത്തേണ്ടി വരും. അപ്പോൾ പൊതുവെ ഖുർആനിക അധ്യാപനങ്ങൾ ഇസ്ലാമിക് ഇതില് പിന്നെ ചില പിന്നെ നമ്മളോട് ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ഈ അരുതുകൾ ഏതെങ്കിലും ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുന്നുണ്ടോ? അതായത് വിലങ്ങ് തടിയായിട്ട് വരുന്നുണ്ടോ? അതായത് നമ്മളെ ഈ ഒരു പ്രോസസ്സ് നടത്താൻ ഇസ്ലാമിക പിന്നെ രീതിയിലുള്ള ജീവിക്കുന്ന ഒരാൾക്ക് അതിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ ഗവേഷണങ്ങളെ ഖുർആനിലെ അരുതുകൾ എവിടെയെങ്കിലും പിന്നെ ബാധിക്കുന്നുണ്ടോന്നാണ്. ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് പിന്നെ ഒരു ഡിസ്കഷൻ വളരെ ഡീപ്പായിട്ട് നടക്കുന്നത് കണ്ടുകൊണ്ടെന്ന്. ഇപ്പൊ എന്റെ ഒരു ആസ് എ മുസ്ലിം ഒരിക്കലും ഞാൻ ഇല്ല എന്നാണ് വിശ്വസിക്കുക. പക്ഷെങ്കിൽ സമൂഹത്തിൽ ഇപ്പം ക്ലബ് ഹൗസിലൊക്കെ റീസെന്റ് നടന്ന ഒരു ഡിസ്കഷൻ ആയിരുന്നു ഇത്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതലൊന്ന് അറിഞ്ഞു നോക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഖുർആനിന്റെ നിർദ്ദേശങ്ങളോ ഹദീസുകളുടെ നിർദ്ദേശങ്ങളോ ഒരിക്കലും തന്നെ പ്രപഞ്ച പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഗവേഷണത്തെയും തടയുന്ന പ്രശ്നമില്ല. എന്നാൽ പ്രപഞ്ച ഗവേഷണത്തിന്റെ പേരിൽ നടക്കുന്ന മാനവ വിരുദ്ധമായ കാര്യങ്ങളെ ഖുർആനും ഹദീസുകളും തടയുകയും ചെയ്യും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഗവേഷണങ്ങൾ അത് ഒരിക്കലും ഗുണമല്ല ഉള്ളത്. ആ രൂപത്തിലുള്ള ഗവേഷണങ്ങൾ ഖുർആനും ഹദീസുകളും തടയും. അതല്ലാതെ ഒന്നും തടയുന്ന പ്രശ്നമല്ല. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ ഏതെങ്കിലും ഒരു നിർദ്ദേശം അങ്ങനെ തടയുന്നതായിട്ട് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. ക്ലോണിങ്ങിനെ കുറിച്ചിട്ട് ഇസ്ലാമിന്റെ നിലപാട് എങ്ങനെയാണ്? ക്ലോണിങ്ങിനെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞതാണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ. എന്താണെന്ന് വെച്ചാൽ മനുഷ്യവിരുദ്ധമായ ഒരു രൂപത്തിലുള്ള കാര്യങ്ങളും ഖുർആൻ അനുവദിക്കുന്നില്ല. ഇപ്പൊ ക്ലോണിംഗ് എന്ന് പറയുമ്പോൾ ക്ലോണിങ്ങിലുള്ള ഒരുപാട് പോസിറ്റീവായ സംഗതികളുണ്ടാവും. ആ പോസിറ്റീവായ സംഗതികളെ മുഴുവനും അനുകൂലിക്കുന്നു. അതേസമയം ക്ലോണിങ്ങിന്റെ പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യരിൽ തന്നെ ഒരു തരത്തിലുള്ള അടിമകളെ സൃഷ്ടിക്കാനുള്ള ശ്രമം, ഇതെല്ലാം എത്തിക്സ് തന്നെ, ഒരു ഇന്റർനാഷണൽ സയൻസ് എത്തിക്സ് തന്നെ നിഷേധിക്കുന്നതാണ്. ആ രൂപത്തിൽ തന്നെയാണ് അവിടെയും ഇസ്ലാമിന്റെ സമീപനം അതന്നെ. അല്ല, അത് മനസ്സിലായി. ഓക്കെ, ഞാൻ ഇന്നലെ സംശയം തീർത്ത, ഞാൻ വായിച്ചിരുന്നതിനെ കുറിച്ച്. പിന്നെ വേറൊരു സംശയം എന്താന്ന് വെച്ചാല്, പന്നിമാംസം നമുക്ക് നിരോധിക്കപ്പെട്ടാണ്, പക്ഷെ ഈ ഇതിന്റെ ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വായിച്ചു. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? പന്നിയായിട്ട് ബന്ധപ്പെട്ട ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം നടക്കുന്നുണ്ട്. ആ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതല്ലാതെ ആൾട്ടർനേറ്റീവ് ഉണ്ടല്ലോ നമ്മളടുത്ത്. പറഞ്ഞോണ്ടിരിക്കാണ്, നമ്മൾ ഭക്ഷണം ആയി സ്വീകരിക്കാൻ പാടില്ല എന്നല്ലാതെ വേറെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വിലക്കുണ്ടോ അറിയാൻ വേണ്ടിട്ടാണ്. വിലക്ക് ആയത്തിലും ഹദീസിലും ഇല്ല. കാരണം ആയത്തിലും ഹദീസിലും ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടാവില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര ഫിഖ് കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അന്താരാഷ്ട്ര ഫിഖ് കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പന്നിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നിലപാടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മാംസം, അതിന്റെ തൊലി എല്ലാം തന്നെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഖിയാസ് ചെയ്തിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കാന്നുള്ള ഇസ്ലാമിന്റെ താല്പര്യം എന്ന് പറഞ്ഞത്. അഥവാ വെറും ഭക്ഷണം മാത്രമല്ല, അതിന്റെ തൊലി ഇടുന്നത്, അതേപോലെ തന്നെ അത് വേറെ കാര്യങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കുന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ഫിഖ് കൗൺസിലിന്റെ ഒരു വിധിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്. വേറെ അതിനെതിരെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.